ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ദിവസമാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നല്ല സ്പെഷ്യലായിട്ടുള്ളൊരു ബീഫ് ബിരിയാണിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തായിരിക്കും സ്പെഷ്യൽ ദിവസമെന്ന്. കാരണം എൻ്റെ ബ്രദറിൻ്റെ കല്യാണമാണ് ഇന്ന്. അപ്പോൾ എനിക്ക് നാട്ടിൽ പോകാനൊന്നും പറ്റിയിട്ടില്ല. പോകാനെല്ലാം പറ്റും, പക്ഷേങ്കിൽ ഈ ക്വാറൻറ്റൈനിൽ കിടക്കേണ്ടല്ലോ ആലോചിച്ചിട്ട് പിന്നെ ആ ഒരു മടി. പിന്നെ മക്കളെ എക്സാമാണ്, മോന് 10ാം ക്ലാസ്സാണ്. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് നാട്ടിൽ പോയാൽ പഠിപ്പും കാര്യങ്ങളൊന്നും നടക്കില്ല. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് പിന്നെ എക്സാം നാട്ടിൽ നിന്നാലും ഇവിടെ നിന്നാലും എഴുതാനെല്ലാം പറ്റുമല്ലോ. പിന്നെ ഇതന്നെ നമ്മൾ നാട്ടിൽ പോയാൽ പിന്നെ എല്ലാവരെയായിട്ട് കാണുമ്പോൾ മക്കൾക്കുള്ള സന്തോഷം കൊണ്ട് പിന്നെ പഠിക്കാനൊന്നും അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഒന്നാമത് അത്. പിന്നെ മെയിനായിട്ട് ഉള്ളതെന്ന് പറയാമെന്ന് വെച്ചാൽ ഇതന്നെ ക്വാറൻറ്റൈനിൽ കിടക്കേണ്ടത്, 14 ദിവസം ക്വാറൻറ്റൈനിൽ കിടക്കണം. അപ്പോൾ അതെല്ലാം ആലോചിച്ചിട്ടാണ് പിന്നെ ഒന്നാമത്തെ ആ ഒരു ടെൻഷൻ. പിന്നെ ഞാൻ ഇന്ന് വീഡിയോ എടുക്കണ്ടെന്നെല്ലാം വിചാരിച്ചതാണ്. അത്ര വലിയ മൂഡൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, എന്തായാലും മറ്റേ വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ടെൻഷൻ ഉണ്ടാവുമെന്ന്. പിന്നെ പോകാൻ കഴിയാത്തതിൻ്റെയും അതിൻ്റെ ആ ഒരു ടെൻഷൻ ഉണ്ടാവുമെന്ന് അറിയാമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ എടുക്കണ്ടാന്ന്. പിന്നെ സ്പെഷ്യലായിട്ടുള്ള ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റുമാണ് ഈ ഒരു ബിരിയാണി. അപ്പോൾ നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും ഇന്ന് ആങ്ങളുടെ കല്യാണമല്ലേ, അതുകൊണ്ട് നല്ല സ്പെഷ്യലായിട്ടുള്ള ബിരിയാണിയും പിന്നെ അൽസയും പുഡിങ്ങെല്ലാം ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാൻ ഈ ബിരിയാണീൻ്റെ റെസിപ്പി മാത്രമേ ഞാൻ ഇതിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഞാൻ പിന്നെ മറ്റേൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, പുഡിങ്ങിൻ്റെയും പിന്നെ അൽസൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഉള്ളി പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളി പൊരിക്കാൻ വേണ്ടിയിട്ട് 6 kg ഓയിലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ ഉള്ളി ഇട്ടിട്ടാണ് ഞാൻ പൊരിക്കുന്നത്. അപ്പോൾ ഞാൻ 4 ഉള്ളിയാണ് എടുത്തത്. 1 കിലോ ബീഫിന് 4 ഉള്ളി, വലിയ ഉള്ളി. എന്നിട്ട് നല്ല നേരിയതായിട്ട് അരിഞ്ഞിട്ട് ഈ നെയ്യിലിട്ടിട്ട് പൊരിച്ചെടുക്കാൻ. അപ്പോൾ ഈ ഉള്ളി വാടി വരാനാകുന്ന സമയത്ത് ഞാൻ ഇതിൽ കുറച്ച് പഞ്ചസാരയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാരയും പിന്നെ കുറച്ച് ഏലക്കായൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഫ്ലേവറാണ് ഈ ഒരു ഉള്ളി പൊരിച്ചിട്ട്. ബിരിയാണിയിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ബിരിയാണി നല്ല ടേസ്റ്റും ഉണ്ടാവും. എന്നിട്ട് ഉള്ളി പൊരിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടെങ്ങാനോ ചിക്കിയിട്ട് വെച്ച് കൊടുക്കാൻ. നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ ഉള്ളി പൊരിച്ച ഓയിൽ തന്നെ ഇല്ല, അതന്നെ ഒഴിച്ചു കൊടുക്കാം. 6 kg ഓയിലും കൂടിയിട്ട് മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഉള്ളി പൊരിച്ച ഓയിൽ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് 2 പട്ട, പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 ഗ്രാമ്പൂ, 3-4 ഏലക്കായ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ കഴുകി വെച്ച ബീഫ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്താൽ ചെറുതായിട്ടൊന്ന് കുക്കറിൽ ഒട്ടിപ്പിടിക്കും. അത് കാര്യമാക്കണ്ട, അത് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് പിന്നെ അങ്ങ് ശരിയായിക്കോളും. ഞാൻ ഈ ബിരിയാണി നമ്മൾ മസാല ഒന്ന് വാട്ടാണ്ട് വെക്കുന്നതാണ് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റാണ് ഈ ഒരു ബിരിയാണി. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അങ്ങനെ കൂടുതൽ നേരം ഒന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പിന്നെ കുക്കറിൽ ഒട്ടിപ്പിടിക്കുന്നതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതേ ഉള്ളൂ. നമുക്കിതിലേക്ക് 4 തക്കാളി ഇട്ട് കൊടുക്കാം. 4 തക്കാളി നീളത്തിലരിഞ്ഞത്. നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇത് 3ഉം കൂടിയിട്ട് ഞാൻ ഒരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ചതച്ചെടുത്തതാണ്. പിന്നെ അരഞ്ഞു പോരുത്. അരഞ്ഞു പോയാൽ പിന്നെ നമ്മൾ ബിരിയാണീൻ്റെ മസാല ഒന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ പേസ്റ്റ് രൂപത്തിൽ ഒരിക്കലും ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു മസാല ഒന്നും അരച്ചെടുക്കരുത്, ചതച്ചിട്ട് തന്നെ എടുക്കാൻ നോക്കാം. പിന്നെ ഞാനിതിൽ 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കല്ലുപ്പ് തന്നെ വേണമെന്നില്ല, പൊടിയുപ്പായാലും മതി. നമുക്ക് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചോറിൽ ഇടാൻ വേണ്ടിയിട്ട് ഉള്ളി പൊരിച്ചിട്ടില്ല, അപ്പോൾ അതിൽ ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിനല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ബിരിയാണിക്ക് മധുരം ഉണ്ടാവുമെന്ന്. ബിരിയാണിക്ക് മധുരം ഒന്നും ഉണ്ടാവില്ല. നമ്മൾ സാധാരണ ബിരിയാണി വെച്ച പോലെ തന്നെയാണ് ഉണ്ടാകാൻ കേട്ടോ. അപ്പോൾ ഞാനിതിൽ 1 ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം കുറച്ച് ഒഴിച്ചെടുത്താൽ മതി, കൂടിപ്പോണ്ട. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഈ ബീഫ് വേകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അരി ഒന്ന് കഴുകിയിട്ടെടുക്കണം. അപ്പോൾ ഞാൻ 4 ഗ്ലാസ് അരിയാണ് എടുത്തത്. 4 ഗ്ലാസ് അരി, 4 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ അരി നല്ലോണം കഴുകിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളം വരാനായിട്ട് വെക്കാം.
1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് എടുക്കേണ്ടത്. അപ്പോൾ 4 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം. ഇനി ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഞാനിതിൽ നെയ്യ് ഒഴിക്കുന്നത് ക്യാമറ എൻ്റെ അടുത്ത് നിന്ന് ഓഫായി പോയി കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ നെയ്യ് ഒഴിക്കുന്നത് കാണിക്കാൻ. ഞാൻ നെയ്യ് ഒഴിച്ചത് നമ്മൾ ഉള്ളി പൊരിച്ച നെയ്യില്ല, അത് തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഉള്ളി പൊരിച്ച നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണേ, അല്ലെങ്കിൽ പിന്നെ ഉള്ളിൻ്റെ പീസെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചോറിൻ്റെ കളറ് മാറിപ്പോവും. അതുകൊണ്ട് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ നോക്കാം. എന്നിട്ട് ഞാൻ ഈ നെയ്യിലേക്ക് ഇട്ടുകൊടുത്തത് 2 ബേ ലീഫ്, പിന്നെ 4 ഗ്രാമ്പു, പിന്നെ 4 ഏലക്കായ, പിന്നെ 1 ടേബിൾ സ്പൂണ് അണ്ടിപ്പരിപ്പും കൂടി ഇട്ടുകൊടുത്തിന്. എന്നിട്ട് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തത്. വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് എന്നിട്ട് വെള്ളം തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി ഇട്ട് കൊടുക്കുക. നമ്മൾ കഴുകി വെച്ച അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ടെടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് പുളിനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുക. പുളിനാരങ്ങൻ്റെ നീര് ഞാൻ 1 പുളിനാരങ്ങൻ്റെ നീരാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. എന്നിട്ട് വെള്ളം വറ്റാനാകുന്ന സമയത്ത് തീ കുറച്ചെടുത്താൽ മതി. എന്നിട്ട് വെള്ളം വറ്റാനാകുന്ന സമയത്ത് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് ഈ ചോറ് വേകുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോറ് ഇതാ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ പറയുക, ചോറ് വെക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളി വാട്ടൂല, അതൊന്നും ഞാൻ വാട്ടിയിട്ടില്ല. അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു ബിരിയാണിക്ക്. അപ്പോൾ നമ്മൾ മസാലയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മസാലയിൽ പുളിനാരങ്ങൻ്റെ നീരും മല്ലിച്ചപ്പും പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിനെ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഇതിൽ വെള്ളം കൂടിപ്പോയെന്നുണ്ടെങ്കിൽ കുറച്ച് വറ്റിച്ചെടുക്കാം. എന്നിട്ട് ആ ഒരു കറക്റ്റ് ഗ്രേവിയിലെടുക്കുക. കുറച്ച് ഗ്രേവി വേണം, എന്നാലേ നമുക്ക് നമ്മൾ ചോറിടുന്ന സമയത്ത് നല്ല മസാലയോട് കൂടിയിട്ട് കിട്ടാൻ. അപ്പോൾ ഞാനിത് പൊരിച്ച് വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. വെയ്യ ദമ്മിടുന്ന സമയത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പൊരിച്ച ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ദമ്മിടാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നിരപ്പാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ബാക്കിയുള്ള ചോറും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള ചോറും കൂടിയിട്ട് ഇട്ടതിന് ശേഷം ഇതുപോലെ നിരപ്പാക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ ചെറുതായിട്ട് മുറിച്ച മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് നല്ലോണം ഒന്ന് കവർ ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ മൂടി ഒന്ന് അമർത്തിയിട്ട് മൂടിക്കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ ദം ചെയ്യാൻ വേണ്ടി വെക്കുക. ചെറിയ തീയിൽ വെച്ച് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ദം പൊളിക്കാം. അപ്പോൾ ഇത് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബിരിയാണി. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ദിവസം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.